അതായത് ലോകത്തിലെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഇടതുപക്ഷം രൂപപ്പെടുന്നതിന് ഒരു ചരിത്രമുണ്ട്. പാർലമെൻ്ററി സമ്മേളനങ്ങളിൽ ഇടതുപക്ഷത്തിരിക്കുന്നവർ പൊതുവായി തൊഴിലാളികൾ, കൃഷിക്കാർ, സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങൾ അവരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത്. അങ്ങനെയാണ് ഇടതുപക്ഷം എന്ന വിളിപ്പേരുണ്ടായത്. അപ്പോൾ ജനപക്ഷ രാഷ്ട്രീയമാണ്, സാധാരണക്കാരൻ്റെ രാഷ്ട്രീയമാണ് എല്ലായിടത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിലും അതാണ്. രാജ്യത്തിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, സ്ത്രീകൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇവരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാനുള്ള കൃത്യമായ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ് രാജ്യത്തിലെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് ലോക്സഭയിൽ നല്ല പ്രാതിനിധ്യം ഉണ്ടാവണം. കാരണം കോർപ്പറേറ്റുകളാണ് രാജ്യത്തിലെ പാർലമെൻറ്റ് കൈയടക്കാൻ ശ്രമിക്കുന്നത്. ധനമൂലധന ശക്തികൾ അവരുടെ നേതൃത്വത്തിലുള്ള ചങ്ങാത്ത മുതലാളിത്തം രാജ്യത്തിലെ ജനാധിപത്യത്തെ നശിപ്പിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർമാർക്ക് പണം കൊടുത്ത് വോട്ട് വിലക്ക് വാങ്ങുക. അങ്ങനെ വിലക്ക് വാങ്ങാൻ കഴിയാതെ തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ MLA-യോ MP-യെയോ കോടിക്കണക്കിന് ഉറുപ്പിക കൊണ്ട് വിലക്ക് വാങ്ങിയിട്ട് കാലുമാറ്റുക. എന്നിട്ട് തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ഹിതത്തിനെതിരായി, ജനവിധിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെ തന്നെ മാറ്റത്തക്ക നിലയിൽ ഒരു പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ തോൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് അവർ കാലുമാറ്റപ്പെടുകയും അവരുടെ നേതൃത്വത്തിൽ ഈ പണം കൊടുത്ത് MLA-മാരെയും മറ്റും ചാക്കിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു ഗവൺമെൻറ് രൂപീകരിക്കും. ഇത് രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജനാധിപത്യത്തെ അർത്ഥരഹിതമാക്കുന്ന പണാധിപത്യത്തിൻ്റെ നീക്കത്തിനെതിരായി പൊരുതുന്ന ശക്തിയാണ് രാജ്യത്തിലെ ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ലോക്സഭയിൽ ഉണ്ടാവണം, പാർലമെൻറ്റിൽ ഉണ്ടാവണം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംഖ്യ കൂടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ വോട്ടർമാർ ചിന്തിക്കേണ്ട കാര്യം, വോട്ടർമാർക്ക് പണം കൊടുക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം അത്രത്തോളം ഇല്ല. പക്ഷേ കർണാടകത്തിൽ ഈയിടെ കോൺഗ്രസ് ജയിച്ചല്ലോ. ഞാൻ ഈയിടെ ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അവിടെ BJP-യും വോട്ടർമാർക്ക് പണം കൊടുത്തു, കോൺഗ്രസും വോട്ടർമാർക്ക് പണം കൊടുത്തു. സുഹൃത്തുക്കളെ, എവിടുന്നാണ് BJP-ക്ക് പണം? എവിടുന്നാണ് കോൺഗ്രസ്സിന് പണം? കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണമാണ്. അപ്പോൾ കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുകയാണ്, ഒരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. എന്താ കണ്ടീഷൻ? ഒറ്റ കണ്ടീഷൻ, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പണം ഞങ്ങൾ തരാം, അത് കള്ളപ്പണമായിട്ടും ഞങ്ങൾ തരും. ആ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം അതൊരു മുടക്ക് മുതലാണ്. ആ മുടക്ക് മുതലിൻ്റെ 10 മടങ്ങ് ലാഭത്തോടു കൂടി ഞങ്ങൾക്ക് പണം തിരികെ കിട്ടുന്ന നിലക്ക് രൂപീകരിച്ച ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ഇതാണ് ചങ്ങാത്ത മുതലാളിത്തം. ആ ചങ്ങാത്ത മുതലാളിത്തം ജനാധിപത്യത്തെ അർത്ഥശൂന്യമാക്കുന്ന നടപടിക്കെതിരായിട്ടാണ് ഇടതുപക്ഷം പൊരുതുന്നത്. ഇടതുപക്ഷമാണ്, CPM ആണ് ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തി അന്തിമ വിജയം വരെ പൊരുതിയത്, നിയമപോരാട്ടം നടത്തിയത്. ആ ഇടതുപക്ഷത്തെ അല്ലാതെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഏത് പാർട്ടിയെ, ഏത് പ്രസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കും? ഈ ചോദ്യമാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുമ്പിലുള്ളത്, ഉന്നയിക്കാനുള്ളത്. അതായത് ഈ കൃഷിക്കാരെ രാജ്യദ്രോഹികളായി മുദ്രയടിക്കുന്നതാണ് BJP ഗവൺമെൻറ് നിലപാട്. പക്ഷേ അവർ പുറത്തു പറയുന്നത് എന്താ? ഹിന്ദുത്വം. ഇതാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്തിഭ്രാന്തിനും മതഭ്രാന്തിനും അടിപ്പെടുത്തി അധികാര കസേര ഉറപ്പിക്കുക. അധികാര കസേര ഉറപ്പിക്കാനുള്ള ഇത്തരം പദ്ധതികൾക്ക് പിന്നിൽ കോർപ്പറേറ്റ് ധനമൂലധന ശക്തികളാണ്. ധനമൂലധന ശക്തികൾക്കറിയാം തങ്ങൾക്ക് ഹിതകരമായ നിലയിൽ ഭരിക്കുന്ന പാർട്ടി ഏത്. അപ്പോൾ ആ പാർട്ടികൾക്ക് ആവശ്യമായത്ര പിന്തുണയും സഹായവും കൊടുക്കുക. അതിനുവേണ്ടി അച്ചടിപ്പത്രങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും ഒക്കെ കൈയടക്കുക. അതിനുവേണ്ടി എത്ര കോടികളും
ആയിരക്കണക്കിന് കോടിയും ചെലവഴിക്കാൻ രാജ്യത്തിലെ ധനമൂലധന ശക്തികൾ തയ്യാറാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ബി ജെ പിയാണ് നല്ലത്. ബി ജെ പി ഇല്ലെങ്കിൽ കോൺഗ്രസ്സാണ് നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരും രാജ്യത്തിലെ കൃഷിക്കാരെ രാജ്യദ്രോഹികളായിട്ട് മുദ്രയടിക്കുകയാണ്. ഇടതുപക്ഷം പക്ഷേ കൃഷിക്കാർക്കൊപ്പമാണ്. കൃഷിക്കാർക്കൊപ്പം പൊരുതുന്നൊരു ശക്തിയാണ് രാജ്യത്തിലെ ഇടതുപക്ഷം. അപ്പോൾ കൃഷിക്കാരുടെ വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാനും അത് ഭരണകൂടത്തിൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനും കഴിയത്തക്ക നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കണം. അതിന് ലോക്സഭയിൽ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭാ അംഗങ്ങൾ ഉണ്ടാവണം. അതായത് രാജ്യം ബി ജെ പി ഭരണത്തിൽ, മോദി ഭരണത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു, ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെയുള്ള ബഡായിയാണ് രാജ്യത്തിലെ മോദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബി ജെ പിയും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യം 111ാമത്തെ സ്ഥാനത്തേക്ക് നിവദിച്ചു. അതാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവർ യുവ വിഭാഗമാണ്. യുവതികളുണ്ട്, യുവാക്കളുണ്ട്. തൊഴിലവസരങ്ങൾ വെട്ടിക്കുറക്കപ്പെടുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചതിൻ്റെ ഫലമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന നിയമനങ്ങൾ പോലും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് മോദി ഗവൺമെൻറ് റെക്കോർഡ്. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? രാജ്യത്തെ ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടി വിയിലൊക്കെ പരസ്യം വരികയാണ്. മക്കൾക്ക് കരുത്തേകുന്നത് അമ്മമാർക്ക് കരുത്തേകുന്നത് ആരാണ്? മോദി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി ഇത്രമേൽ അതിക്രമം നടന്നിട്ടുള്ള വേറൊരു കാലമുണ്ടായിട്ടില്ല. ഇതാണ് ബി ജെ പി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ജനവിരുദ്ധ നയങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയൊക്കെ വർഗീയ പ്രചരണം നടത്തുക, ആ വർഗീയ വോട്ട് ബാങ്ക് രൂപപ്പെടുത്തുക. അതേസമയം അവർ സംരക്ഷിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, ജനവിരുദ്ധ സമീപനമാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തിരിച്ചറിവോടുകൂടി ബി ജെ പി വിരുദ്ധ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കേരളം ഹിന്ദുത്വ തീവ്രവാദത്തെ നല്ല നിലക്ക് പ്രതിരോധിച്ച ഒരു സംസ്ഥാനമാണ്. രാജ്യത്ത് പലയിടത്തും RSS BJP നല്ല നിലക്ക് ജനസ്വാധീനം നേടി. ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. അതേപോലെയുള്ള പ്രചരണത്തിന് കേരളത്തെയും കീഴ്പ്പെടുത്താനുള്ള ശ്രമം RSS കഴിഞ്ഞ ഒട്ടേറെ ദശകങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മോദി ഗവൺമെൻറ് കാലത്ത് മാത്രമല്ല, RSSൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരുടെ ആചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ 3 ആഭ്യന്തര ശത്രുക്കളെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവർക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണം എത്രയോ കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ കഴിഞ്ഞ കാലത്ത് നടത്തിയിരുന്നത്. പക്ഷേ BJPയുടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ പ്രചരണം കുറേ കൂടി ശക്തിപ്പെടുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ദി കേരള സ്റ്റോറി എന്നുള്ള ഒരു അപവാദ കഥ. യഥാർത്ഥത്തിൽ ഉള്ള സംഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടല്ല, ജനങ്ങളെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതര മതവിശ്വാസികളെ മുസ്ലിം സമുദായത്തെ ശത്രുവായി കാണുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നിർമ്മിച്ചിട്ടുള്ളൊരു സിനിമയാണ് ദി കേരള സ്റ്റോറി. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ അനുഭവം നേരെ മറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗൾഫിൽ വധശിക്ഷക്ക് വിധേയനായിട്ടുള്ള വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരന് ജീവൻ വേണമെങ്കിൽ 34 കോടി ഉറുപ്പിക വേണം അവരുടെ കുടുംബത്തിന്. അവിടെയുള്ള ഒരു കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി ആ സഹോദരനൊപ്പം നിന്നു. മതം പരിഗണിച്ചില്ല. മതാതീതമായ നിലയിലുള്ള യോജിപ്പാണ് ആ സഹോദരനെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായത്. 34 കോടി ഉറുപ്പികയാണ് അവർ അതിവേഗം പിരിച്ചെടുത്തത്. അതിൽ മതവ്യത്യാസം കൂടാതെ എല്ലാവരും ആ സഹോദരനെ സഹായിച്ചല്ലോ. അതാണ് ഈ റിയൽ കേരള സ്റ്റോറി. റിയൽ കേരള സ്റ്റോറി അത്തരത്തിലുള്ളതാണ്. മനുഷ്യസ്നേഹം. ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ മഹത്തായ ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ നിൽക്കുന്നത്. പക്ഷേ അവർക്കിടയിൽ വിദ്വേഷത്തിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കാൻ RSS ഉണ്ട്,
ആർ എസ് എസിൻ്റെ മറ്റ് പതിപ്പുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ്, ആർ എസ് എസ് മാത്രമല്ല, ആർ എസ് എസിൻ്റെ മറ്റ് പതിപ്പുകളുമുണ്ട്. പക്ഷേ അത് എല്ലാം ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. പൊതുവായി നമുക്ക് കാണാൻ പറ്റുന്ന സവിശേഷത ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു ജനകീയ ശക്തി കേരളത്തിലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമാണ്, കോൺഗ്രസ് അല്ല. ഇതാണ്, ഈ വർഗീയ ശക്തികൾ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുന്നിടത്ത് ഈ സാമൂഹ്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ സംഘടനാ ശ്രേണി താഴെ തലത്തിലോളം കുടുംബങ്ങളോളം എത്തത്തക്ക നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഉത്തമമായ പാരമ്പര്യം സംരക്ഷിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം സിനിമകൾ നടത്തി, അതല്ലെങ്കിൽ പ്രചരണങ്ങൾ നടത്തി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ ആ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.